എടേ സുന്ദര, എന്തെണ്ണ ഇതിപ്പം വറചട്ടിന്ന് അടുപ്പി വീണതുപോലെ ആയല്ലേ? ശരിയാണ്. ഇതെന്തൊരു വീടാ ഇത്? ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പ്. എന്റെ അമ്മ, ഇതെന്തോന്ന് ഡ്രാക്കുള കോട്ടയോ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആ ഗുണ്ടാശാമിന്റെ അസ്ഥികളും മുടികളും ഒക്കെ നമ്മൾ പറക്കേണ്ടി വരുമോ? പിടി കയ്യൂരി എടുക്കാനോ പറഞ്ഞു. ഇത് കുഴിയാഴ്ചയാണ്. കുഴിയാഴ്ച അത് കണ്ടു അണ്ണാ. നാട്ടുകാർ മൊത്തം പറഞ്ഞത് കറക്റ്റാണ്. യക്ഷി പല രൂപത്തിലും ഭാവത്തിലും വരും. ആദ്യം കുഴി, പിന്നെ ശുനകൻ. പോടാ പട്ടികളെ നാവും കൊരുത്തോണ്ട് പോയത് കണ്ടോ? നമ്മക്ക് അങ്ങ് തിരിച്ചു പോയാലാണ്. തിരിച്ചു ചെന്നാ ഇതിനെക്കാട്ടി വലിയ പ്രേതങ്ങൾ അവിടെ ഉള്ളത്. അണ്ണാ, നമുക്കോരോ ചുവടും അടിവച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോവാം. ആ മൂപ്പിലാമാര് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കും. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അയ്യോ, പ്രേതങ്ങളല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിയൊന്ന് രക്ഷിക്കണേ. അയ്യോ, ഇത് കടലാണ് അണ്ണാ. വെള്ളത്തിന് വല്ലാത്ത ഉപ്പുരസം. ചെക്കി പ്രേതങ്ങൾ പെടുത്തായിരിക്കും. അയ്യേ, പ്രേതങ്ങളെ മൂത്രവും കുടിക്കുന്ന ഒരറ്റോ കാണാനില്ലല്ലേ. ഇത് പ്രേതം പുഴയാണടാ സുന്ദര. അയ്യോ, ഈ പുഴ നമുക്ക് നീന്തി മരിക്കാം. രാവിലെ തന്നെ ഇവന്മാര് പൂസാണ്. അണ്ണാ എന്നെ കൂടെ പിടിച്ച് വെള്ളത്തിൽ താക്കാതെ. എടോ, ഇത് ഞാനാ, ശ്യാം. രാവിലെ തന്നെ 3 പേര് എന്നെ നോക്കാൻ കൊണ്ട് വരുന്നുണ്ടെന്ന് രഞ്ജിത്ത് വിളിച്ച് പറഞ്ഞിരുന്നു. കൊള്ളാം, വരുന്ന വഴി തന്നെ അടിച്ച് കോൺ തെറ്റി അല്ലേ? അടിച്ചു കോൺ തെറ്റിയതല്ല, കുടിച്ചു കോൺ തെറ്റിയതാ. പുഴവെള്ളം കുടിച്ചു കോൺ തെറ്റി. പുഴവെള്ളം കുടിച്ചെന്നോ? കണ്ട ഇപ്പൊ മനസ്സിലാ ഞങ്ങള് വെള്ളം കുടിച്ച് മുങ്ങി ചത്തേരത സത്യം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിന് തോന്നലാ, മണ്ടന്മാര്. നിന്റെ സുരക്ഷയ്ക്കായിട്ടാ ശ്യാമേ നേതാവ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. പക്ഷെ ഇപ്പൊ ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. എന്തോന്നാ? ഞങ്ങളെ പോകാൻ അനുവദിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. ഇവിടെ മൊത്തം യക്ഷിക്കോട്ടയാ. എന്റെ അണ്ണന്മാരോടെ യക്ഷിയും ഗന്ധർവനും ഒന്നും ഇല്ല. ഉണ്ടായിരുന്ന അകത്ത് കിടന്നിറങ്ങിയ എന്നെ അവര് വെറുതെ വിടുവോ? അത് കളാ, ഏതാണ് മറന്നേക്കും തലയരിയുന്നവനെ കണ്ട പേടിയാ. അതുപോലാണോ ഞങ്ങള്? ഏതായാലും ആ ലഗേജ് ഇറക്കി അകത്ത് എന്നൊരു ചായ ഇടേ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകട്ടെ. പേടിത്തൊണ്ട. അപ്പൊ ഈ പ്രേതങ്ങളുണ്ടെന്ന് പറയുന്നത് ശരിയല്ലേ അണ്ണാ? മൊത്തത്തിലൊരു ശവത്തിന്റെ മണം. ബ്രാഞ്ച് സെക്രട്ടറി, ഇവിടെ കൂലിത്തൊഴിലാളി, നാട്ടില് ബക്കറ്റ് വിരിവ് നടത്തി മാഞ്ഞുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നു. എന്തൊരു വെയിറ്റ്, നടുവും പോയി. നല്ല ടൂലായിട്ടായിരുന്ന മനുഷ്യൻ പേടിച്ചു പോയി. ചാക്കിട്ട് തകത്തോട്ട് കൊണ്ടുപോകും. പ്രേതം ഉണ്ട്. ജീവനെ കൊണ്ട് ഓടിക്കോളാം. അയ്യോ, അടുത്തത്. അയ്യോ, അകത്ത് പെട്ടി പ്രേതം, പുറത്ത് കുട്ടിച്ചാക്ക് പ്രേതം. നമ്മക്കൂടെ പോവാണ്. എന്താ, എന്ത് പറ്റി? പെട്ടി സാധനങ്ങളുമായിട്ട് രക്ഷ അകത്തോട്ട് പോയിട്ടുണ്ട്. ചായ ഞങ്ങൾ പൊക്കോട്ടോ. എന്തോന്നാ ഈ പറയുന്നത്? നിങ്ങൾ കൊണ്ട സാധനങ്ങളല്ലേ ഈ താഴെ കിടക്കുന്നത്? തോന്നലായിരിക്കും അല്ലേടെ. അപ്പൊ നമ്മൾ കണ്ടതാ.